കുരുമുളക് ഒരു വള്ളിച്ചെടിയാണെങ്കിലും അതിൻ്റെ ഓരോ കൊമ്പുകൾക്കും പ്രത്യേകതയുണ്ട്. നിലം പറ്റിച്ചേർന്ന് വളരുന്ന വള്ളികളുണ്ട്, കായ്ക്കുന്ന കൊമ്പുകൾ, ചുമ്മാ തൂങ്ങിക്കിടക്കുന്ന കൊമ്പുകൾ, അതുപോലെ മുകളിലേക്ക് വളരുന്ന വള്ളികളുമുണ്ട്. നിലം പറ്റി ധാരാളമായി കാണുന്ന ഈ വള്ളികളെയാണ് സാധാരണ നടാൻ ഉപയോഗിക്കുന്നത്. മഴക്കാല ആരംഭത്തിൽ താങ്ങുകാലുകൾക്ക് ചുറ്റും നട്ടുകൊടുക്കുന്ന അവ വളർന്ന് പ്രധാന വള്ളിയായി മാറുകയും പിന്നീട് അവയിൽ നിന്നാണ് മറ്റുള്ള എല്ലാ ശാഖകളും ഉണ്ടാവുകയും ചെയ്യുന്നത്. അവയിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിന് സമാന്തരമായി കിളിർത്തു വരുന്നവയാണ് ഈ കൊമ്പുകൾ. അതിൽ നിന്നാണ് കായ്കൾ ഉണ്ടാവുന്നത്. ഇങ്ങനെ നട്ട് കായ്കൾ ഉണ്ടാകുവാൻ 4 മുതൽ 5 വർഷം വരെ സാധാരണ രീതിയിലെടുക്കും. എന്നാൽ 1-ാം വർഷം മുതൽ തന്നെ വിളവ് തരാൻ സാധിക്കുന്ന കമ്പുകളും ഇതേ കുരുമുളക് വള്ളിയിൽ തന്നെയുണ്ട്. കുരുമുളക് കൊടിയുടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ടോപ്പ് ഷൂട്ടുകളാണ് അവയിലൊന്ന്. മുകൾ ഭാഗത്തായി കാണുന്ന ഈ വള്ളികളിൽ താങ്ങുകാലിൽ പറ്റിച്ചേർന്ന് വളരാനുള്ള വേരുമുണ്ട്, അതോടൊപ്പം കായ്ക്കുന്ന കൊമ്പുകളുമുണ്ട്. അവ ഇങ്ങനെ മുറിച്ചെടുത്ത് പാകി വേര് പിടിപ്പിച്ചതിന് ശേഷം താങ്ങുകാലിന് ചുറ്റുമായി നട്ടുകൊടുക്കാം. ഇപ്പോൾ ഇത് തിരിയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നടുന്നതിനേക്കാൾ നല്ലത് 1-2 മഴ പെയ്ത് അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള സമയത്ത്, അതുപോലെ ഈ കുരുമുളക് വള്ളിയൊക്കെ തളിർക്കുന്നതിന് മുമ്പായിട്ടും കമ്പുകൾ പാകിയിട്ട് വേര് പിടിപ്പിച്ച് നട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള കമ്പുകൾ മുറിച്ച് നട്ടപ്പോൾ 1-ാം വർഷം മുതൽ കായ്ക്കുന്നതായിട്ടും അതുപോലെ നല്ല വിളവും വേഗത്തിൽ വളരുന്നതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ കൊമ്പുകൾ നടുന്നതിന് മുമ്പായിട്ട് സ്യൂഡോമോണാസിലൊന്ന് മുക്കിയിട്ട് നട്ടാൽ അത്രയും നന്നായിരിക്കും. നല്ല മഴയുള്ള സമയമായതുകൊണ്ടാണ് ഇങ്ങനെ നട്ടത്. അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഈ കൊമ്പുകളുടെ ഇലകളൊന്ന് കോതിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒരു പോളിത്തീൻ കവറിട്ട് കൊടുക്കുക. അതിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയും വേണം. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുറ്റിക്കുരുമുളക് അഥവാ ബുഷ് പെപ്പർ എന്ന് പറയുന്നതാണ്. അതിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് 1 വർഷം പ്രായമായ കായ്ക്കുന്ന കൊമ്പുകളാണ്. 3 മുതൽ 5 വരെ മുട്ടുകളുള്ള ഇത്തരത്തിലുള്ള കമ്പുകൾ നമുക്ക് ശേഖരിച്ചതിന് ശേഷം അതിൻ്റെ ഇലകളൊക്കെ കളയാം. മുകളിലെ ഒരു ഇല മാത്രം നിലനിർത്തിയാൽ മതി. അങ്ങനെയുള്ള ഈ കമ്പുകൾ നല്ല പോട്ടിംഗ് മിക്സ്ചറിൽ നിലത്താവാം അല്ലെങ്കിൽ കവറുകളിലോ ആക്കി പാകി നിർത്താം. ഇങ്ങനെ അതിനുശേഷം അതിന് മുകളിൽ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് ഈർപ്പം നിലനിർത്താനായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഈ രീതിയിൽ നട്ടാൽ നമുക്കൊരു 30 മുതൽ 50 ദിവസത്തിനകം തന്നെ വേരുകൾ പിടിച്ച് കിട്ടുന്നതാണ്. പിന്നെ വേര് പിടിച്ച് കിളിർത്ത് വരുന്നവയെ ഒന്നെങ്കിൽ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അതേ വർഷം തന്നെ കായ്ക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കായ്കളെല്ലാം പറിച്ചതിന് ശേഷം തളിരൊന്നും ഇല്ലാതെ ഡോർമെൻ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ ഈ കൊമ്പുകളെല്ലാം ശേഖരിച്ച് ആ സമയത്ത് നടുന്നതാണ്. അതായത് സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവ്, ആ സമയത്ത് നടുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ കൊമ്പുകളിൽ വീണ്ടും വീണ്ടും കായ്ക്കുന്ന കൊമ്പുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു ബുഷി അപ്പിയറൻസ്, അതൊരു കുറ്റിയായിട്ട് തന്നെ നിൽക്കുന്നു, മുകളിലോട്ട് പോകാതെ കുറ്റിയായിട്ട് നിൽക്കുന്നതിന് കാരണമാകുന്നു. സാധാരണയായിട്ട് പന്നീർ കണ്ണും പിന്നെ നാടൻ വെറൈറ്റീസ് ഉണ്ടല്ലോ, അത് കരിമുണ്ട, കല്ലുവള്ളി, കൊട്ടനാടൻ അങ്ങനെയുള്ളവയാണ് ബുഷ് പെപ്പർ ആക്കുന്നതിന് ഏറ്റവും ഉത്തമം. വെള്ളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ കുരുമുളകിൽ സാധാരണയായിട്ട് ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് പൈപ്പർ കൊളിബിർന എന്ന് പറയുന്ന ഈ ചെടി. തിപ്പലിയൊക്കെ പോലെ തന്നെയാണ് ഇവയും. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് നന്നായിട്ട് വളരുമെന്നുള്ളതാണ്. അതുപോലെ കുരുമുളകിനേക്കാൾ നല്ല കരുത്തോടെയും പിന്നെ അതുപോലെ രോഗപ്രതിരോധ ശേഷിയും ഇവയ്ക്കുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കുരുമുളക് നമുക്ക് ഇവയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ പൈപ്പർ കൊളിബിർനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു 5 മാസം മുമ്പെങ്കിലും ഇവ പോളിത്തീൻ കവറുകളിൽ പാകി നിർത്തണം. എന്നിട്ടൊരു 50 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെച്ച് കട്ട് ചെയ്തിട്ടാണ് അവയിൽ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നിലത്തൂടെ വളരുന്ന ഈ വള്ളികളോ അല്ലെങ്കിൽ മുകളിലെ ആ കൊടിത്തലയോ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് കുറ്റിക്കുരുമുളകും ഇവയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് മുമ്പ് പറഞ്ഞ പോലെ കായ്ക്കുന്ന കൊമ്പുകൾ തന്നെയാണ് എടുക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ ആവശ്യമായവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്